ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഇതാണ്ടോ, ഇതുപോലെ പഴുത്ത നല്ല ചെറിയ മാങ്ങപ്പഴമാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ തന്നെ നോക്കിയെടുക്കണം കേട്ടോ. മാങ്ങ കഴുകി വൃത്തിയാക്കി ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് ഈ മാങ്ങ നന്നായി തന്നെ വേവിച്ചെടുക്കാം. അതിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നെയ്യ്, ഒരു ശർക്കര പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേവിക്കാം. ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 2 പച്ചമുളക് കൂടി കീറിയത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം. മാങ്ങ വേകുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ, ഒരു 4-5 കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഈ അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി തിള വന്നതിന് ശേഷം നമുക്ക് 1 കപ്പ് തൈര് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയൊന്നും ആവശ്യമില്ല. ഒരു പാകത്തിന് പുളിയുള്ള തൈരായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർത്താൽ പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടു വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടുമല്ലോ അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ